ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസ് വിചാരിച്ചാൽ തന്നെ ജയിലിൽ ആക്കാൻ സാധിക്കില്ലെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ. പി.കെ. ഫിറോസും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ജയിലിൽ പോയതിനു ശേഷം അവരെ സന്ദർശിക്കാൻ താൻ പോകും. അതിനാണ് തവനൂർ ജയിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. സാമ്പത്തിക അഴിമതികൾ ലീഗുകാരുടെ സ്ഥിരം തൊഴിലാണ്. പിരിവ് നടത്തി ലീഗ് പ്രവർത്തകരെ തന്നെ കബളിപ്പിക്കുന്ന നയമാണ് കുറേക്കാലമായി അവർ തുടരുന്നത്. ഇപ്പോൾ പുതിയ പേരിൽ യൂത്ത് ലീഗ് ദേശീയ സമിതി പിരിവിന് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. പി.കെ. ഫിറോസ് UAE സർക്കാരിനെയും വഞ്ചിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ അതൊന്നും ചെയ്യരുത്. ഇങ്ങനെ തോന്നിവാസം ചെയ്യുന്നവർ ലീഗിൽ മാത്രമേ ഉണ്ടാകൂ. തന്റെ വാർത്താ സമ്മേളനം കേട്ട് തന്നെ ED കേസെടുത്തോളും. ഹവാല ബിസിനസ്സുകൾ ഉൾപ്പെടെ ED പരിശോധിച്ചോളും. ലീഗിലെ സാമ്പത്തിക കുറ്റം ഹലാലായ കാര്യമാണെന്നും കെ.ടി. ജലീൽ വിമർശിച്ചു. മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പദ്ധതിക്ക് പഞ്ചായത്തിന്റെ അനുമതിയില്ലെന്ന് കെ.ടി. ജലീൽ ആവർത്തിച്ചു. പദ്ധതിയിൽ സാദിഖലി ശിഹാബ് തങ്ങൾക്ക് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് നിർമ്മാണ അനുമതി ലഭിച്ചിട്ടില്ല. ഒരാഴ്ചയ്ക്കകം മറുപടി കൊടുക്കണം എന്നാണ് ആവശ്യമെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.